ഉദ്ഹിയ്യത്ത് സ്വന്തമായി അറുക്കാൻ അറിയാവുന്ന ആളാണെങ്കിൽ അയാൾ തന്നെയാണ് അറുക്കൽ ഏറ്റവും നല്ലത്. വൽ അഫ്ളലു അൻ യദ്ബഹ ബിനഫ്സിഹി ഇൻ കാന യുഹ്സിനു ദബ്ഹ. അറുക്കാൻ അറിയാത്ത ആള് മറ്റൊരാളെ ഏൽപ്പിക്കാം. അറുക്കുന്ന വേളയിൽ അയാൾ അവിടെ ഹാജരുണ്ടാകണം. സ്ത്രീകളാണ് ഉദ്ഹിയ്യത്ത് അറുക്കുന്നതെങ്കിൽ അവർക്ക് മറ്റൊരാളെ വക്കാലത്താക്കാം. ഖിബിലയ്ക്ക് നേരെ ഉദ്ഹിയ്യത്ത് മൃഗത്തെ ചരിച്ച് കിടത്തണം. ഉദ്ഹിയ്യത്ത് മൃഗമെന്നല്ല, ഏതൊരു മൃഗത്തെയും അറുക്കുമ്പോൾ കല്യാണത്തിനാകട്ടെ, നേർച്ചയ്ക്കാകട്ടെ, വേറെന്തെങ്കിലും സൽക്കാരത്തിനാകട്ടെ അറുക്കുമ്പോൾ ഖിബിലയിലേക്ക് ചരിച്ച് കിടത്തിയാണ് അറുക്കേണ്ടത്. ഖിബില തെറ്റിച്ച് കിടത്തൽ കറാഹത്താക്കപ്പെടും. ഉദ്ഹിയ്യത്ത് മൃഗത്തെ ഖിബിലയിലേക്ക് ചരിച്ച് കിടത്തിയിട്ട് അവൻ പറയണം, ഇന്നി വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറസ് സമാവാതി വൽ അർള ഹനീഫൻ മുസ്ലിമാ വമാ അന മിനൽ മുശ്രികീൻ. ഇന്നി തീർച്ചയായും ഞാൻ, വജ്ജഹ്തു വജ്ഹി എന്റെ ശരീരത്തെ ഇതാ നേരിടിച്ചിരിക്കുന്നു, ലില്ലദീ വലല്ലാഹുവിലെ, ഫതറസ് സമാവാതി വൽ അർള് ആകാശഭൂമികളെ സൃഷ്ടിച്ചവനായ അല്ലാഹുവിലേക്ക് എന്റെ ശരീരത്തെ ഞാനിതാ നേർത്തിച്ചിരിക്കുന്നു. ഹനീഫൻ മറ്റുള്ള എല്ലാ മതങ്ങളിൽ നിന്നും പരിശുദ്ധ ഇസ്ലാം എന്ന ചൊവ്വായ മതത്തിലേക്ക് ചാഞ്ഞവനായതിനെ, വമാ അന മിനൽ മുശ്രികീൻ ഞാൻ മുശ്രികീങ്ങളിൽ പെട്ടവൻ അല്ലേ അല്ല. ഫയദ്ബഹു എന്നിട്ട് തക്ബീർ മുഴക്കണം. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ അറുക്കണം. അറുത്തതിന്റെ ശേഷം 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കണം. ഹദീസിൽ കാണാം, ഉദ്ഹിയ്യത്തിനെ അറുത്ത് കത്തി താഴെ വെച്ചതിന് ശേഷം 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ച് അല്ലാഹുവിനോട് ദുആയിരന്നാൽ ആ ദുആ അല്ലാഹു തആല സ്വീകരിച്ചിട്ടല്ലാതെയല്ല, സ്വീകരിക്കുക തന്നെ ചെയ്യും എന്ന് കാണാം. അതുകൊണ്ട് 2 റക്അത്ത് നിസ്കരിക്കുക. അതിനുശേഷം അല്ലാഹുമ്മ ഇന്ന സ്വലാത്തി വനുസുക്കി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ ലാ ശരീക ലഹു വബിദാലിക ഉമിർതു വഅന അവ്വലുൽ മുസ്ലിമീൻ എന്ന് കൂടി പറയുക.